വിശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലെ വിശുദ്ധ യോസേപ്പ് പിതാവ്. ജോസഫ് ദാവീദിന്റെ പട്ടണത്തിൽ പെട്ടവനായതിനാൽ പേരെഴുതിക്കുവാനായി യൂദയായിലെ ദാവീദിന്റെ പട്ടണത്തിൽ ഗർഭിണിയായ ഭാര്യയും കൂട്ടി ബെത്ലേഹേമിലെത്തിയ നീതിമാനായ യോസേപ്പ്. സ്വത്രത്തിൽ സ്ഥലം കിട്ടാത്തതിനാൽ കാലിത്തൊഴുത്തിൽ പുൽക്കൂട് ഒരുക്കിയ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പ്. പരിശുദ്ധാത്മാവിലാണ് മറിയം ഗർഭം ധരിച്ചതെന്നും ശങ്കിക്കേണ്ട എന്നും സ്വപ്നത്തിലൂടെ ദൂതൻ അറിയിച്ചപ്പോൾ അതിന് കീഴ്വഴങ്ങിയ വിനീതനായ വിശുദ്ധ യോസേപ്പ്. ദൂതൻ അറിയിച്ചപ്പോൾ ആട്ടിടയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ഭൂമിയിലെ യേശുവിന്റെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പ്. സ്വപ്നത്തിലൂടെ ദൂതൻ അറിയിച്ച പ്രകാരം ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ രാത്രി തന്നെ ഒന്നും ചോദിക്കാതെ അനുസരിച്ച മൗനത്തിന്റെ പിതാവായ വിശുദ്ധ യോസേപ്പ്. പ്രവാചകൻ പറഞ്ഞതെല്ലാം പൂർത്തിയാകാൻ വേണ്ടി ഈജിപ്തിൽ നിന്നും തിരിച്ചു വന്ന് നസ്രത്തിൽ താമസമാക്കിയ ഉത്തമ മാതൃകാ ഭർത്താവായ വിശുദ്ധ യോസേപ്പ്. യോസേപ്പ് പിതാവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന കുടുംബത്തിന്റെ സ്ഥാനപതിയായ യേശുവിനെ വളർത്തുവാൻ ഭാഗ്യം ലഭിച്ച പുൽക്കൂട്ടിലെ വിശുദ്ധ യോസേപ്പ് പിതാവ്.